കൊച്ചിയിലെ പെരുമ്പാവൂരിൽ നിന്ന് കുറ്റിയാടി ചുരം വഴി ഞങ്ങൾ ആദ്യം മാനന്തവാടിയിലെത്തി. കുറഞ്ഞ ചെലവിൽ അവിടെ സെഞ്ചുറി ഗ്രാൻഡ് ഹോട്ടലിൽ റൂം എടുത്തു. വയനാട് കാണണമെങ്കിൽ കുറഞ്ഞത് 4 ദിവസമെങ്കിലും വേണം. ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത് മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ്. വെള്ളിയാഴ്ച അതിരാവിലെ 6 മണിക്ക് തോൽപ്പെട്ടി ട്രക്കിംഗ് നടത്തി. മാനന്തവാടിയിൽ നിന്ന് തോൽപ്പെട്ടിയിലേക്കുള്ള വഴിയിൽ ആനയെയും മാനിനെയും കണ്ടു. ഏകദേശം 28 കിലോമീറ്റർ ട്രക്കിംഗിൽ കാട്ടിനകത്ത് മാൻ, മയിൽ, കാട്ടുപോത്ത് എന്നിവയെ കണ്ടു. വണ്ടി താഴ്ന്നു പോയവരിടത്ത് കടുവയുടെ കാൽപ്പാടുകളും ഞങ്ങൾ കണ്ടിരുന്നു. അവിടെ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോയി. അമ്പലം ഇരിക്കുന്ന പ്രദേശം വളരെ മനോഹരമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കൽപ്പാത്തിയും ശ്രദ്ധേയമാണ്. പിന്നീട് ഞങ്ങൾ പോയത് കുറുവ ദ്വീപിലേക്കാണ്. ദ്വീപിലേക്ക് എൻട്രി പാസുകൾ തീർന്നതിനാൽ ഞങ്ങൾ അവിടെയുള്ള ബാംബൂ റാഫ്റ്റിംഗ് എടുത്തു. ദ്വീപ് സന്ദർശിക്കാൻ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയോ നേരത്തെ എടുക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. കുറുവ ദ്വീപ് കഴിഞ്ഞ ശേഷം പഴശ്ശി ടോംബും മ്യൂസിയവും സന്ദർശിച്ചു. ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് കാണേണ്ട ഒരിടമാണിത്. യാത്രയുടെ അവസാനം ബാണാസുര സാഗർ ഡാമിലേക്കാണ് പോയത്. 5:15 വരെയാണ് ടിക്കറ്റ് നൽകുന്നത്. ബാണാസുര സാഗർ ഡാമിലെത്തിയ ഞങ്ങൾ ഡാമിന്റെ മുകളിലേക്കുള്ള കയറ്റം ടെമ്പോ ട്രാവലറിലല്ലാതെ നടന്നു കയറി. മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. അന്ന് പകൽ ആസ്വദിച്ച ആ കാഴ്ചയോടെ ഞങ്ങൾ വെള്ളിയാഴ്ചത്തെ യാത്ര അവസാനിപ്പിച്ച് കൽപ്പറ്റയിൽ റൂമെടുത്തു. ശനിയാഴ്ച രാവിലെ നേരെ 900 കണ്ടിയിലേക്ക് പോയി. ഏകദേശം പകുതി ദിവസം ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അടുത്തുള്ള ചൂരൽ മലയിലേക്ക് പോയി. ചൂരൽമലയിലെ കാഴ്ചകൾ സങ്കടമുണ്ടാക്കുന്നവയായിരുന്നെങ്കിലും അവയും കണ്ടു മടങ്ങി. തുടർന്ന് താമരശ്ശേരി ചുരം വഴി കോഴിക്കോട് വഴി പെരുമ്പാവൂരിലേക്ക് തിരിച്ചു യാത്രയായി. ചുരത്തിലെ പല സ്ഥലങ്ങളിലും നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര അവസാനിപ്പിച്ചത്.